ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോഡിങ്ങിലെ ഒരു ഡൈനാമിക് സ്റ്റിമുലേഷൻ ആണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഡൈനാമിക് സ്റ്റിമുലേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് വേണ്ട ടൈറ്റിൽ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫോം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഗ്രിഡിൻ്റെ മുകളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡിന് മുകളിലേക്ക് വെക്കാൻ സാധിക്കും. സോ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് രാജ് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് രാജ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലൂടെ ആക്ടിവേറ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് എൻഡ് ചെയ്യാം. ഈ എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡ് ചെയ്യാം. എൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ക്ലോസ് യു എന്നുള്ളത് നമുക്ക് അൺറോൾ വിത്ത് ന്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പോയിന്റ്സ് അല്ല, ഇതിപ്പോൾ ഒരു വയർ ഫ്രെയിം പോലെയാണ്. ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താവും, ഒരു പോയിന്റ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള പ്രിമിറ്റീവ്സ് എന്താണ് ഓപ്ഷൻ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കാം. പോളിഗൺസ് ആണോ എന്നും കൂടെ നോക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലോസ് യുവിൻ്റെ അകത്ത് അൺറോൾ വിത്ത് ന്യൂ പോയിന്റ്സ് എന്ന് പറയുന്ന സംഭവം എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനൊന്ന് സോർട്ട് ചെയ്യാം. SORT സോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സോർട്ടിൻ്റെ അകത്ത് നമുക്ക് പ്രിമിറ്റീവ് സോർട്ട് ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിമിറ്റീവ് സോർട്ട് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൻ്റെ അകത്ത് ഇതാണ്. ഈ പ്രിമിറ്റീവ്സ് ആണ് ഇതിൻ്റെ അകത്ത് ബൈ എക്സ് കൊടുക്കുക. സോ എക്സ് ആ ഒരു ആക്സസിലായിരിക്കണം അത് മൂവ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് റീസാമ്പിൾ ചെയ്യാം. സാമ്പിൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് റീസാമ്പിൾ ആക്ടിവേറ്റ് ആവും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണ്, ഇതൊരുമാതിരി ആക്ടിവേറ്റ് അല്ല ഇരിക്കുന്നത്. നമ്മൾ കൊടുത്ത അതേ രീതിയിലാണ് ആ ഒരു ഫോണ്ടിൻ്റെ രൂപത്തിലല്ല ഇത് ഇരിക്കുന്നത്. സോ അതിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 0.01 കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇതിലേക്ക് വരും. പഴയ നമ്മളിങ്ങനെയാണ് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് നോഡാണ്. സോ GROUP റേഞ്ച്, ഗ്രൂപ്പ് ബൈ റേഞ്ച് എന്ന് പറഞ്ഞ നോഡ്. അതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗ്രൂപ്പ് ബൈ റേഞ്ച് എന്ന് പറഞ്ഞത് ആക്റ്റീവ് ആവും. അപ്പോൾ അതിൻ്റെ അത് കളർ മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ഗ്രൂപ്പ് നെയിമിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാൻ എമിറ്റർ എന്ന് കൊടുത്തു. എമിറ്റർ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ സ്റ്റാർട്ടിൻ്റെ അകത്ത് നമുക്കൊരു ബേസിക് സ്ക്രിപ്റ്റ് കൊടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള സ്ക്രിപ്റ്റാണിത്. സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡോളറിൽ വേണം തുടങ്ങാൻ. ഡോളർ, അതിനുശേഷം -5 സ്റ്റാർട്ട് ചെയ്യുക. സ്പീഡ് × 5. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ സംഭവമല്ല, എന്താണ് ആ ഒരു സ്ക്രിപ്റ്റിംഗ് അല്ല വന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കണം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ്, then go for a bracket. ഓക്കെ, ഇപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും കറക്റ്റ് ആയത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ അകത്ത് എൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു 12 കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിതൊന്ന് ഇതിൻ്റെ അകത്ത് റിയൽ ടൈം ടോഗിൾ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും അനിമേഷൻസ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പം ഇത് ആക്ച്വലി നമ്മളിപ്പോൾ കൊടുത്ത സ്ക്രിപ്റ്റ് ഇതിൻ്റെ അകത്ത് സംഭവം ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അനിമേഷൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പുതിയ നോഡും കൂടെ ആഡ് ചെയ്യാം. പോപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു നോഡും കൂടെ. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. ഓക്കെ, ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ആക്റ്റീവായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ പോപ്പ് നെറ്റ്വർക്കിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. പ്ലേ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇൻപുട്ട് സോഴ്സ്, അല്ലെങ്കിൽ സോഴ്സ് ഫസ്റ്റ് ഇൻപുട്ട്, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, വയർ പോപ്സ് ഇൻ ഹിയർ, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ ഇതിലോട്ട് പോകാൻ പറ്റും. ഗ്രൂപ്പ് നെറ്റ്വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ അത് ഗ്രൂപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പ്രിമിറ്റീവ്സ് മാറ്റി നമുക്ക് പോയിന്റ്സ് ആക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിൻ്റെ അകത്ത് $FF -5 × 5. ഓക്കെ, അതിൻ്റെ എൻഡ് ലെങ്ത് 10. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ വരും. നമുക്കൊന്ന് കൂട്ടി നോക്കാം, 12 ആക്കാം.
എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ എമിറ്ററിൻ്റെ ഗ്രൂപ്പ് നെയിമിന് നമുക്ക് എമിറ്റ് നോക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്ലേ ആക്കാം. അപ്പോൾ സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. തേർഡ് നമുക്ക് വേറെ ഒന്നും മാറ്റാനില്ല. അതേപോലെ റേഞ്ചും നമുക്കൊന്നും മാറ്റാനില്ല. ഗ്രൂപ്പ് റേഞ്ചിൽ തിരിച്ച് റീസാമ്പിളിലോട്ട് പോവുക. റീസാമ്പിളിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ നമുക്ക് നോക്കുക. റീസാമ്പിളിൻ്റെ അകത്ത് ലെങ്ത് ആണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സെഗ്മെൻറ്റും വേറൊരു കാര്യങ്ങളിലും ഒരു മാറ്റമില്ല. അതിൻ്റെ തൊട്ട് മുകളിൽ സോർട്ടുണ്ട്. സോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോർട്ട് ബൈ ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. എന്തിൻ്റെ അകത്ത് അൺറോൾ വിത്ത് ന്യൂ പോയിന്റ്സ് ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഫോണ്ടാണ്. ഫോണ്ട് നമ്മൾ നോർമലി ഫോണ്ടിൻ്റെ അകത്ത് വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. അത് പോളിഗണലാണ്. ഇത് ബെസേർ റോളി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. സോ അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിപ്പം കഴിഞ്ഞു. ഇനി പോപ്പ് നെറ്റ്വർക്കിൻ്റെ അകത്ത് കയറുക. പോപ്പ് നെറ്റ്വർക്കിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് പോപ്പ് സോൾവർ ഉണ്ടല്ലോ, ഇതിന് ശേഷം നമുക്കൊരു ഗ്രാവിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ ഗ്രാവിറ്റി ഫോഴ്സ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു ഗ്രാവിറ്റി താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്കിത് കംപ്ലീറ്റ്ലി താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ഞാൻ പോപ്പ് ഡ്രാഗും കൂടെ കൊടുക്കണം. പോപ്പ് ഡ്രാഗ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയുടെ ഇതിൻ്റെ ഒരു ഡ്രാഗ് ചെയ്തിട്ട് പോകുന്നൊരു ഫീൽ നമുക്ക് പോപ്പ് ഡ്രാഗ്. ഓക്കെ, അതിനുശേഷം ഗ്രാവിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ ആക്റ്റീവാണ്. ഗ്രാവിറ്റി എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ പോപ്പ് ഗ്രാവിറ്റിയും എയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 0.5 അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ ഇത് സ്വല്പം അഡ്ജസ്റ്റ് ആവുന്നതായിട്ട് കാണാം. പിന്നെ നമുക്ക് വളരെ മെയിനായിട്ട് വരുന്നതെന്ന് സോഴ്സ് ആണ്. സോഴ്സ് ഫസ്റ്റ് ഇൻപുട്ട്. അതിൻ്റെ അകത്ത് ബർത്ത് റേറ്റ് ആണ്. അതുപോലെ അതിൻ്റെ അകത്ത് ലൈഫ്, വേരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വീറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഫസ്റ്റ് സോഴ്സ് ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, അതിൻ്റെ അകത്ത് ആഡ് ടു ഇൻഹെറിറ്റ് വെലോസിറ്റി എന്നിരുന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും അത് ഒരേ ഡിസ്ട്രിബ്യൂഷനിലായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ വെലോസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സി ആക്സിസിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെലോസിറ്റി കൊടുക്കാം. 2020. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വാല്യൂ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എക്സിലും വേരിയൻസിലും വേണമെന്നുണ്ടെങ്കിൽ വാല്യൂ കൊടുക്കാം. പിന്നെ നമുക്കൊരു കാര്യം ചെയ്തിന് 20 ആക്കാം. എന്നിട്ട് വേരിയൻസിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാല്യൂ ട്വീറ്റ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ എത്രയും കുറഞ്ഞായിരുന്നു, വേരിയൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞായിരുന്നു. പിന്നെ 0 ആക്കാം, എന്നിട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെയും 0 ആക്കാം, എന്നിട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്യുക. ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീറ്റ് ചെയ്യുക, എന്നിട്ട് 0 ആക്കാം, എന്നിട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം ആ ഒരു വേരിയൻസും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ആയി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സോഴ്സാണ്, ബർത്താണ്. അപ്പോൾ ബർത്തിൻ്റെ ലൈഫിൻ്റെ വേരിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ സ്വല്പം കൂട്ടാം. 0.4 ആയാലും കൊടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വേരിയൻസിൻ്റെ ആ ഒരു ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇനിയാണ് നമ്മൾ മെയിൻ സംഭവത്തിലേക്ക് പോകുന്നത്. ഞാൻ ഇതിൻ്റെ ബാക്ക് അടിച്ചു. ഈ സോഴ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം സോഴ്സ് ഗ്രൂപ്പ് നമ്മൾ എമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് കോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോയി, അടുത്തത് പോയി, അടുത്തത് പോയി. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് മുതലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിവിടെ നിന്ന് പാർട്ടിക്കിളിനൊപ്പം ഇത് റിമൂവ് ആയി പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പാർട്ടിക്കിളിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് റീട്വീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാം. ബാക്കിയെല്ലാം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, എന്നിട്ട് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫോണ്ടിൻ്റെ ഇത് നമുക്ക് മാറ്റണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫോണ്ട് എടുത്തിട്ട് TH ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പോപ്പ് നെറ്റ്വർക്കിൻ്റെ അകത്ത് ഓക്കെ ഇതൊരു ബാക്കിൽ വന്നിട്ട് അപ്ലൈ ചെയ്ത് കണ്ടോ. ഇപ്പോൾ ഈ ഒരു സംഭവമാണ് ഇതിൽ നിന്ന് പൊടിഞ്ഞ് പോകുന്നതായിട്ട് സാധിക്കും. ഓക്കെ,
പോലത്തെ വലിയ ലെറ്റർ ആയതുകൊണ്ട് തന്നെ അത്രയും സമയം നമുക്ക് എടുക്കും. സോ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ട്യൂട്ടോറിയൽസുമായിട്ട് നമുക്ക് കാണാം. Until then, bye and take care. Thank you all.